വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എനിക്ക് വെറും 150 രൂപയ്ക്ക് നല്ലൊരു ബ്രാൻഡായ ജസ്റ്റ് ഹെർബിൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് ഫ്രീ ആയിട്ടല്ല 150 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അവരൊരു 2000 രൂപയുടെ പ്രൊഡക്റ്റാണത്. അപ്പോൾ 150 രൂപയ്ക്ക് എന്നെപ്പോലത്തെ ഒരു ബിഗിനർക്ക്, കാരണം മേക്കപ്പിനെ കുറിച്ചിട്ട് ABCD അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ മേക്കപ്പ് കിറ്റ് ഭയങ്കര യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. വന്നിട്ട് 2-3 ദിവസമായി, പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്ര ദിവസവും വൈകിപ്പോയത്. സംഭവം ഇതാ അടിപൊളി പാക്കിങ്ങിലായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എനിക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ്, ഇതേപോലെ ഒരു ചേച്ചി ഇട്ട വീഡിയോ കണ്ടതാണ്. ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റിന് നമ്മളെപ്പോലത്തെ എന്താ പറയുക അധികമൊന്നും മേക്കപ്പ് യൂസ് ചെയ്യാത്തവർക്ക് ഏറ്റവും നല്ല കോംബോ കിറ്റാണ് കേട്ടോ. അടിപൊളി. അവർ വേണ്ടുന്ന സംഭവം മാത്രമേ ഈ മേക്കപ്പ് കിറ്റിൽ വെച്ചിട്ടുള്ളൂ. ഞാനത് ജസ്റ്റ് എന്തെല്ലാമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ആദ്യം ഞാനിത് അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ അൺബോക്സ് ചെയ്താണ്ടല്ലോ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു മേക്കപ്പ് ഒന്നും ഇടാണ്ട് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് അവരെ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യട്ടെ. കുറേ കഥ പറഞ്ഞാൽ നേരം കൂട്ടുന്നില്ല, അതായത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും എടുത്തിട്ടില്ല, പിടിച്ച് പൊട്ടിക്കട്ടെ. എൻ്റെ മോന് ഉറങ്ങുന്ന സമയം ഗൈസ്, അതുകൊണ്ടാണ് ഇത്ര കാലം അത് ലേറ്റായത്. ഞാൻ കീറി പറിക്കുകയാണേ, ഒന്നും വിചാരിക്കല്ല. എനിക്ക് നല്ല രീതിയിൽ അൺബോക്സ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയില്ല. ഗൈസ് ഇതാണ് സംഭവം, ഇതാണ് നമ്മളെ മേക്കപ്പ് കിറ്റ്. അപ്പോൾ ഇതിൽ എന്തെല്ലാമാണ് നമുക്ക് നോക്കിയാലോ. അവരെ ബോക്സിങ് എല്ലാം കിഡുമാണ്, അടിപൊളിയായിട്ട് ബോക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് സംഭവം. എനിക്കെന്ന് പറഞ്ഞാൽ മേക്കപ്പിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു BB ക്രീം അല്ലെങ്കിൽ CC ക്രീം ഉപയോഗിച്ചിട്ടാണ് പുറത്ത് പോകൽ. അപ്പോൾ ഫൗണ്ടേഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ് മോൻ ഉണർന്നു, സ്വാഭാവികം. ഞാൻ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും അവൻ ഉണരുക. അപ്പോൾ അത് വിട്ടെ. അപ്പോൾ ഞാൻ സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സായിട്ട് അടിപൊളി പാക്കിംഗ് ആയിട്ടാണ് ഈ ജസ്റ്റ് ഹെർബിൻ്റെ ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മേക്കപ്പ് സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിനെ. എന്തൊക്കെയോ ബ്രാൻഡില്ല, എനിക്ക് അറിയാൻ പോലുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിനെ. അപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനൊരു ഓഫർ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഈ ജസ്റ്റ് ചെറിയതിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ പാക്കിങ് പൊളിക്കട്ടെ. കത്തിയൊന്നും എടുക്കുന്നില്ല ഗൈസ്. കത്തിയും ഇതൊക്കെ എൻ്റെ കയ്യും നഖവും തന്നെയാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ പൊളിക്കണം എന്ന് ആഗ്രഹമില്ലായിട്ടേ അല്ല, ഞാൻ പറഞ്ഞില്ലേ അവൻ എപ്പോൾ കരയുന്നതെന്ന് അറിയില്ല. ഇതെൻ്റെ കൈ കൊണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതെന്തായാലും എന്തെങ്കിലും എടുക്കലും ഗൈസ് ഉറപ്പാ. ഇതെൻ്റെ കൈ കൊണ്ടാവില്ല, ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരുന്നേ. അപ്പം ഞാനിത് പൊളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആയുധം ഈ പെന്നാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട ഗൈസ്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് മോനെ തട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് പേപ്പർ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഫുള്ള് പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞിട്ടാണ് നമ്മുടെ മേക്കപ്പ് കിറ്റ് വന്നിട്ടുള്ളത്. കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ആ പുതിയ ഒരു ബുക്കിൻ്റെ ഒക്കെ വേണമല്ലേ, ആ മണം ഉണ്ട് കേട്ടോ ഇനി. അപ്പോൾ ഓപ്പൺ ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം. വാവ്, ഇതൊന്നും പുറത്തൊന്നുമല്ല വെച്ചിന്, കണ്ട എല്ലാം ഉള്ളിലുള്ള. ഞാൻ പൊളിച്ചാൽ മാറിപ്പോയാ ഇങ്ങനെയാണോ പൊളിക്കണ്ടല്ല, പൊളിച്ചതൊക്കെ കറക്റ്റ്. വാവ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധനം ഒന്നും പുറത്ത് കാണുന്നില്ല. വീഡിയോ ഭയങ്കര ഇങ്ങനെ ആവുന്നുണ്ട്, വെളിച്ചം കുറവുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയ്യോ, കാജൽ നിന്നോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇതാണ് കേട്ടോ കണ്ടത് ഞാൻ തുറക്കുമ്പോൾ തന്നെ. ഐലൈനറായിട്ടും കാജലായിട്ടും യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട് ഗൈസ്. അയ്യോ, ഇത് എത്രമാത്രം കാണുന്നൊന്നും അറിയില്ലപ്പാ. കണ്ടോ, അതാണ് ഫസ്റ്റ് തുറക്കുമ്പോൾ കണ്ടത്. നെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവമായിട്ടാണുള്ളതല്ലേ. ഇതൊക്കെയും കാട്ടെ. സംഭവം പിടിച്ച് വലിച്ചിട്ട് ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഫൗണ്ടേഷൻ, ഒരുപാട് സാധനമുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഉണ്ട്. ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, പിന്നെ നമ്മുടെ ബ്ലഷാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ബ്ലഷ് തന്നെയാണ്. അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്.
നൗറിഷിങ് ലിപ്പ് ആൻഡ് ചിക്ക് ടിൻറ്റ്. അപ്പോൾ സംഭവം നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുന്ന ടിൻറ്റ് തന്നെ. മറ്റേത് പിന്നെ ഡേ ലോങ് കോഹിൽ കാജൽ. കാജൽ ഭയങ്കര ലോങ് ലാസ്റ്റിക് കാജൽ എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് SPF 13+ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത് എൻ്റെ ഷെയ്ഡൊന്നും ആയിരിക്കില്ല. 150 രൂപയ്ക്ക് എൻ്റെ ഷെയ്ഡൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ചെറിയ രീതിയിലാണല്ലോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കണ്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ 20+, പിന്നെ ലിപ് ബാം 20+ ഉണ്ട്. പിന്നെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ എല്ലാം ഇതുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ എന്നിൽ തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോയെന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹെർബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഹെർബ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫ്രീ ബ്രാൻഡാണ്. അതായത് ഒരു ആയുർവേദ ബ്രാൻഡാണ്. അതുകൊണ്ടാണ് ധൈര്യത്തിൽ 150 രൂപയായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്. പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കെമിക്കൽ ഉണ്ടാവില്ല. അതായത് ആയുർവേദിക് ആണ്. ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ആയുർവേദിക് ആണ്. ഒരു ചില പേർക്ക് ജസ്റ്റ് ഹെർബ്സ് ബ്രാൻഡിനെ കുറിച്ച് അറിയാം, എന്നാൽ ഒരു ചില പേർക്ക് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഹെർബിനെ കുറിച്ചിട്ട് അത്ര വലിയ ഓവർ എന്തായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക് ആയാലും ഓവറായിട്ട് കൂടുതൽ കാലം നിൽക്കേണ്ട സംഭവം എന്തെങ്കിലും അവർ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിരിക്കും. എന്നാലും ഓവർ കെമിക്കലില്ല. ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡ് കൂടിയാണ് ജസ്റ്റ് ഹെർബിൻ്റെ ഈ ബ്രാൻഡ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എൻ്റെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്താലോ. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ഫേസിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പെട്ടി ഇവിടെ വെക്കുന്നു. അപ്പോൾ നമുക്ക് വന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. പക്ഷേ ഇതിൻ്റെ പേര് മറന്നു പോകുന്നില്ല. ചീക്ക് ടിൻറ്റ്, അതായത് ബ്ലഷ്, ചീക്ക് ടിൻറ്റ്, ലിപ് ബാം, ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, കാജൽ. കണ്ട ഇത്ര മാത്രം പ്രൊഡക്ട്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും അപ്ലൈ ചെയ്ത് നോക്കിയാലോ. വെയിറ്റ്. ആദ്യമായി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. രണ്ട് ഷെയ്ഡൊന്നും അല്ല, എല്ലാവർക്കും എനിക്കറിയാം. അപ്പോൾ ഇത് SPF 13+ എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഇത് യൂസ് ചെയ്ത് നോക്കിയാലോ. ഇങ്ങനെ നോബൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചെറുങ്ങനെ എടുക്കുന്നുള്ളൂ. ഞാൻ ഒന്നാമത് ഞാൻ വരത്തി വെച്ചിട്ട് പോകാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ചെറുങ്ങനെ എടുക്കുന്നുള്ളൂ. സംഭവം ഒന്ന് കുട്ടിയടിച്ച് പോലെ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ കാണില്ലല്ലേ. ഇത് നല്ല ചെറുങ്ങനെ പോയി കുറച്ച്. അയ്യോ ഇരുടായിട്ട് എൻ്റെ വീഡിയോ വല്ലാണ്ട് ഷേപ്പ് ആകുന്നില്ല. വെയിറ്റ് ഞാൻ കുറച്ച് അടുത്തിരിക്കാം. ശരിയാണല്ലേ ഗൈസ്? ഓക്കെ അല്ലേ? ഞാനാണെങ്കിൽ അത് പ്രശ്നം എന്തൊരു ദാരിദ്ര്യം നോക്കിയിട്ട് റിംഗ് ലൈറ്റിൽ കുത്താൻ മടിച്ചിട്ടാണ് ഞാൻ അതൊന്നും യൂസ് ചെയ്യാത്തത്. അതൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ അതിലെടുക്കൊരു കിളീൻ്റെ സൗണ്ട് എന്തൊക്കെയാണ്. ഫുൾ അലമ്പായിന്ന് വീഡിയോ എടുക്കുമ്പോൾ. അതൊക്കെ ഞാൻ കുറച്ച് ദൂരെ വെച്ച് നോക്കട്ടെ. നടക്കുന്നില്ല ഗൈസ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണണം കേട്ടോ. അവരൊന്നും വിചാരിക്കണ്ട. 150 രൂപേൻ്റെ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു ഫൗണ്ടേഷൻ ഭാരി പൂശുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഫൗണ്ടേഷൻ ഭാരി പൂശുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രഷോ ഒന്നുമില്ല. ബ്ലഷല്ല, മറ്റേ എന്താ പറയുക, അതൊന്നുമില്ല കേട്ടോ. കഴുത്തിനും കൂടി അപ്ലൈ ചെയ്യാം. കഴുത്തിന് അപ്ലൈ കഴിഞ്ഞാൽ കഴുത്ത് നിറം മാറിപ്പോയി. മോശമില്ലാന്ന് തോന്നുന്നു കേട്ടോ. നല്ല കവറേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊന്നും ജീവിതത്തിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പുട്ടിയടിച്ച എഫക്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ ഈ സ്കിന്നിന് സൂട്ടാന്ന് തോന്നുന്നത്. നിങ്ങളാന്ന് പറയേണ്ടത്. ആണേ സൂട്ടാന്ന് തോന്നേ അറിയില്ല. നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് രസം ഉണ്ടോ നോക്കാം. അങ്ങനെ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കിട്ടിയ ഫൗണ്ടേഷനാണ്. ഒരു രക്ഷയുമില്ല, അടിപൊളി ഫൗണ്ടേഷനാണ്. എൻ്റെ വീഡിയോ വല്ലാണ്ട് ഷേക്കാകുന്നുണ്ട്. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ. കിട്ടിയ ഫൗണ്ടേഷനാണ്, ഒരു രക്ഷയില്ല. കണ്ട BB ക്രീമും CC ക്രീമെല്ലാം പറ്റുന്ന ഒരാൾക്ക് 150 രൂപയ്ക്ക് ഒരു ഫൗണ്ടേഷൻ കിട്ടിയില്ലേ. അത് 2000 രൂപേൻ്റെ ജസ്റ്റ് ഹാവ് ബ്രാൻഡ്. അപ്പോൾ അടുത്ത് നമുക്ക് കാജൽ ടെസ്റ്റ് ചെയ്യാം. കാജൽ കാജൽ മോശമല്ലേ? ഈ കാജൽ ഞാൻ നിങ്ങൾക്കറിയില്ല. ഞാൻ മറ്റേ പ്രസവിച്ചാൽ ആക്കുന്ന കൺമഷ യൂസ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അത്രക്കൊന്നും ഞാൻ കാജലൊന്നും വാങ്ങിയിട്ടില്ല. കാരണം മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തതൊന്നും കേട്ടോ. അവരൊന്നുമല്ല. കാജൽ മോശമില്ല. ഈ അടിപൊളി കാജൽ, അടിപൊളി കാജൽ കേട്ടോ. ഇതാ ഇതിന് മുന്നേ ഉണ്ടോ, കുറേ ഉണ്ട്. സൂപ്പർ കാജൽ. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ തന്നെ മനസ്സിലാകുന്നില്ലേ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മൾ. 150 രൂപ മുതലായിന്. വേറെ ഒന്നും വിചാരിക്കേണ്ട ഗൈസ്. ഇനി നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. ലിപ് ബാം. അപ്പോൾ ഞാൻ ലിപ് ബാം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം സ്ട്രോബെറിൻ്റെ മണം കേട്ടോ. ചെറി ടിൻറ്റഡ് ലിപ് ബാം SPF 20+ ആൽമണ്ട് ഓയിൽ പ്ലസ് ഷിയ ബട്ടർ. അടിപൊളിയാണ് സംഭവം.
അപ്പോൾ ഈ ലിപ് ബാമിന് കളറുണ്ട് കേട്ടോ. ലൈറ്റ് റോസാണ്, ഞാൻ ഓവർ ലൈറ്റാണ്. അപ്പോൾ എനിക്ക് കളറുള്ള ലിപ് ബാം ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ? എനിക്ക് കളറുള്ളതാണ് ഇഷ്ടം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹിമാലയൻ്റെയാണ്, കളർ ഇല്ലാത്തതാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കളർ നല്ലതില്ല. ഇത് മറ്റേ ആൽമണ്ട് ഓയിലും ഷിയാ ബട്ടറാണ്, അത്ര വലിയ ഹാംഫുൾ ഒന്നുമല്ല. പിന്നെ എന്നാൽ ഈ ബ്രാൻഡ് കെമിക്കൽ ഫ്രീ ആണല്ലോ, അപ്പോൾ ഒരിക്കലും ഹാംഫുൾ അല്ല. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട്, ലിപ്സ്റ്റിക് ഇട്ട്, കാജലിട്ട്. ഇനി ഇത് എൻ്റെ കണ്ണാടി ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. കറക്റ്റം ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറി, ഇപ്പോൾ സോഫയെല്ലാം വന്നിട്ടുണ്ട്. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഗൈസ്, ഒക്കെ സെറ്റ് ആക്കണം. ഇനി നെക്സ്റ്റ് ഞാൻ കഴിച്ച് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പിന്നെ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ കഴിഞ്ഞാൽ പോരെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ എൻ്റെ ഓയിലി സ്കിൻ, അത്ര ഓയിലിയൊന്നും ആക്കുന്നില്ല കേട്ടോ. ഫൗണ്ടേഷൻ അടിപൊളിയാണ്, നല്ല മാറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ലിപ് ബാം കേട്ടോ. നല്ല ഒരു മോയ്സ്ചറിങ് എഫക്റ്റ് ഉണ്ട് ലിപ് ബാമിന്. പിന്നെ SPF 20+ കൂടി ഉണ്ട്, അപ്പോൾ സൂപ്പറാണ്. പിന്നെ കാജൽ നല്ല ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ സമയം ഒന്നും ഇരുന്നിട്ടില്ലെങ്കിലും ആ ഒരു പിന്നെ അപ്ലൈ ചെയ്ത ആ എഫക്റ്റ് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? കണ്ണ് അടിപൊളിയായിട്ട് നിൽക്കുന്നില്ലേ? നോക്കറാ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എങ്ങനെ എന്ത് കോലത്തിലാണ് വീഡിയോയിൽ വന്നത്? ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് അതിൻ്റെ ആപ്ലിക്കേറ്ററിലൊക്കെ അടിപൊളിയാണ്, സെറ്റാണ്. പക്ഷേ എൻ്റെ വീഡിയോ വല്ലാണ്ട് ഇതാകുന്നത്, അപ്പോൾ എന്താണെന്നറിയില്ല. സംഭവം വൈകുന്നേരമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ലാസ്റ്റ്. അപ്ലൈ ചെയ്യുന്ന പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് മീഡിയം ടു ഫെയർ സ്കിന്നിന് പറ്റിയ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ഫെയർ ലുക്കിന് പറ്റിയതാണ്. മോശമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിനെ ഷെയ്ഡ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിനാ? എനിക്ക് ഇഷ്ടപ്പെട്ടിന് ഷെയ്ഡ് മോശമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് മാറ്റ് എന്ന് പറയുന്നത്, പക്ഷെ എനിക്കൊന്ന് ലിപ്സ്റ്റിക്കും വരെ ലിപ് ബാം ഒരേ കളറാണ്. ലിപ്സ്റ്റിക്ക് മാറ്റൊന്നുമല്ല, ഒരു എന്താ പറയുക, നമ്മളെ ലിപ്സ്റ്റിക്ക് ഗ്ലോ ആകുന്ന വേണ്ടിയിട്ട് ഇടുന്ന സാധനമില്ലേ, ലിപ് ഗ്ലോസ്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആകെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് പോകും. അപ്പോൾ ലിപ് ഗ്ലോസ് എടുത്ത ലുക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ലിപ് ബാമും പിന്നെ ലിപ്സ്റ്റിക്കും ഒരേ ഷെയ്ഡാട്ടോ, ഒരേ കളറാണെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ഇട്ടപ്പോൾ അങ്ങനെയല്ലേ തോന്നിയത്? ലിപ് ബാം വേറെ തന്നെ നിൽക്കുന്നില്ലല്ലോ, അതേപോലെ തന്നെയല്ലേ. അപ്പോൾ കിടിലാണ്, മോശമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ 180 രൂപയ്ക്ക് ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കാണ്ട്, ഓവറൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ അത്രയും ചെറിയ പൈസ കാണല്ലോ വാങ്ങിച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫ്രീയും ആണ്. അപ്പം പേടിക്കുകയേ വേണ്ട, നമുക്ക് എങ്ങനെ വാരി തേച്ചാലും നമ്മുടെ മുഖത്തിന് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ഞാനൊരു കാര്യം കൂടി യൂസ് ചെയ്യാൻ പറഞ്ഞു, ഇതാ നമ്മളെ ബ്ലഷ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്ലഷ് കൂടി ലാസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവരെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടെ നിന്ന് തീരെ ഏലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ സ്റ്റൈൽ ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ എന്നെ നോക്കിക്കോളി. ബ്ലഷ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ചീക്ക് ടിൻറ്റ് നല്ലുണ്ട്, നല്ലോണം ഗ്ലോ ആണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം ഫസ്റ്റ് മാറി ഗൈസ്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവരെ ബ്ലഷ് തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇതെല്ലാം ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലിപ് ബാം അല്ല മാറി, എൻ്റെ ഇഷ്ടം മാറി. പിന്നെ എവിടെ ഇത് ഇറക്കേണ്ടിയില്ലേ? നല്ലുണ്ട് കേട്ടോ, ചിക്കൻ ഇട്ടിട്ട് നല്ല ഗ്ലോയിങ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഈ ക്യാമറയിൽ ഫുള്ളായിട്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം എൻ്റെ ക്യാമറ അത്രേ ക്ലാരിറ്റി ഉള്ളൂ. അടിപൊളി ചിക്കിൻ്റെ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിമ്പിൾസും സംഭവമൊന്നും കവറേജൊന്നും തരില്ല. കാരണം എന്ന് വെച്ചാൽ കൺസീലർ ഒന്നല്ലല്ലോ, ഫൗണ്ടേഷൻ അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയ്ഡും അല്ല, അതുകൊണ്ട് അത്രക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് പിമ്പിൾസൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം BB ക്രീമും CC ക്രീമും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒപ്പിച്ചിട്ട് മേക്കപ്പ് ഇട്ട് പോകുന്നവരില്ലേ, അവർക്ക് ഏറ്റവും നല്ല മേക്കപ്പ് കിറ്റാണ്. ഞാനൊന്നും ജീവിതത്തിൽ ബ്ലഷ് ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോൾ ബ്ലഷ് ഉപയോഗിച്ചു. അപ്പോൾ ബ്ലഷ് സൂപ്പറാണ്. അപ്പോൾ ഗൈസ് ധൈര്യമായിട്ട് വാങ്ങിച്ചോളി, ഞാൻ കളർ പറയുന്നില്ല. അടിപൊളി സാധനമാണ് കേട്ടോ. ഉപയോഗിച്ചിടത്തോളം എനിക്ക് എല്ലാം ഇഷ്ടമായിന്, ഒന്നും ഇഷ്ടമില്ലാണ്ട് നിന്നിട്ടില്ല. ഇതിന് ഈ 4, 3, 2, 5 പ്രൊഡക്റ്റും 150 രൂപ വസൂലായിന്. അപ്പം നിങ്ങൾ നോക്കിക്കോ. പിന്നെ കാജലായാലും കണ്ണി നോക്കിയാട്ടെ അടിപൊളിയായിന്. പിന്നെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിന് കളറേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്നെ ഭയങ്കര ഇഷ്ടമായിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ലിപ് ബാം, എനിക്ക് കളറായിട്ടുള്ള ലിപ് ബാം ഭയങ്കര ഇഷ്ടമാണ്. ലിപ് ബാം അടിപൊളിയായിന്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് പറയാതിരിക്കാൻ വയ്യ. ഷിയാ ബട്ടറാണ്, ചുണ്ടിന് നല്ല മോയ്സ്ചറിങ് എഫക്റ്റ് കിട്ടുന്ന സംഭവമാണ് ഷിയാ ബട്ടർ. അപ്പോൾ പിന്നെ ഫൗണ്ടേഷന് 30+ ഓൾറെഡി ഞാൻ പറഞ്ഞുണ്ട്. അപ്പോൾ 20+ ഇതിന് ലിപ് ബാമിനും ഉണ്ട്. അപ്പോൾ സൂപ്പറല്ലേ സംഭവം. അപ്പോൾ ജസ്കബിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൈസ്. ആ ബ്ലഷ് ഞാൻ തിളങ്ങുന്നു ഗൈസ്, നിങ്ങൾ കാണാനായിട്ട് കേട്ടോ. കാരണം എൻ്റെ ക്യാമറ അത്ര പോലെ. ഒന്നുകൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് സത്യം ക്യാമറയിൽ കാണുന്നില്ല, നേരിട്ടൊരു അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളിത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരിട്ട് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്?
ഞാനൊന്നും യൂസ് ചെയ്യാണ്ട് വന്നത്. എന്നിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ തോന്നുന്നു? എനിക്ക് ഇഷ്ടമായി സംഭവം. ഞാൻ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. കാരണം മേക്കപ്പ് എല്ലാം ഭയങ്കര വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നവരുണ്ട്. ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര പൈസ കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ അക്കണക്കിന് 150 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നുമല്ലല്ലോ, ചെറിയ പൈസയിലുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ വീഡിയോ വല്ലാണ്ട് ഷിവറാണ്. കണ്ടോ ഇങ്ങനെയാണെന്നുണ്ടോ എട്ടെങ്ങാ അറിയില്ലേ, എനിക്കൊന്ന് ലേറ്റ് ഡൈറ്റാ അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. അതായത് എല്ലായ്പ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നത് ഭയങ്കര രാവിലെയോ അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിലായിരിക്കും. ഇതിപ്പം ഭയങ്കര എന്താ പറയുക ഈവനിങ് ആയി. അപ്പോൾ അതിൻ്റെ എല്ലാ കോട്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. വലിയ രസമുണ്ടോ നോക്ക്. എനക്കിട്ടിട്ട് രസമില്ലാത്തതുകൊണ്ടായിരിക്കേ, വേറെ ഒന്നുമല്ല. സംഭവം അടിപൊളിയായിനി. കാരണം ഒരു ഒപ്പിക്കൽ എന്ന് പറയാം. നമുക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഞാൻ പൊട്ടൊന്നും വെച്ചിട്ടില്ല, കാതിലൊന്നും ഇട്ടില്ല. അതിൻ്റെതായ കുറവുകളായിരിക്കും കാണുക. അപ്പോൾ നല്ല ഭംഗിയില്ലേ. എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എല്ലാം ഇഷ്ടമായി. നിങ്ങളിനി പിന്നെ വാങ്ങുന്നതോ വാങ്ങാണ്ടിരിക്കുന്നതോ നിങ്ങളെ ഇഷ്ടം കേട്ടോ. കാരണം വെച്ചാൽ അവരെ 2000-ന് അവർ സെയിൽ ചെയ്ത ഒരു പിന്നെ മേക്കപ്പ് കിറ്റാണ് 180 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ ലിങ്ക് ഇട്ടരാം. അപ്പോൾ വീഡിയോന് ഇത്രയും എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്കിത് സംഭവം നല്ലോണം മുതലായിന്, വേറെ ഒന്നുമില്ല. അടിപൊളിയായിന്. ജസ്റ്റ് ഹെർബ്സിൻ്റെ മേക്കപ്പ് കിറ്റ് അടിപൊളിയാക്കിന്. എനിക്ക് നല്ലോണം മുതലായിനെ. കാരണം 150 മേടിക്കാൻ ഇതിൻ്റെ റേറ്റിനകത്ത് കാണിച്ചു തരാം കേട്ടോ. എക്സ്പയറി ഡേറ്റ് 2027 വരെയുണ്ട്. ഡേറ്റ് ഇതാ കാണുമോയെന്ന് അറിയില്ല ഗൈസ്. ഇത് തിരിച്ചിട്ടല്ലേ കാണാം, ക്യാമറ തിരിച്ചിട്ടാണുള്ളത്. ഞാൻ പിന്നെ ഇതിൽ കൊടുക്കാം, ഇവിടെ സംഭവം കൊടുക്കുക. ഇതിൻ്റെ ഫോട്ടോ തന്നെ അങ്ങനെ എടുത്തിട്ട് 2175 രൂപ റുപ്പീസ് 2175 MRP എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓ ഹാപ്പി ഗൈസ്, ഞാൻ ഹാപ്പി കസ്റ്റമറായി. ജസ്റ്റ് ഹെർബിനോട് വളരെ വളരെ താങ്ക്സ്. കാരണം ഈ കിറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു ബിഗിനറാണ്. എനിക്ക് ഒരു കുന്ത്രാണ്ടും അറിയില്ല മേക്കപ്പിനെ പറ്റി. ഒരു BB ക്രീം CC ക്രീം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ബ്ലഷൊക്കെ യൂസ് ചെയ്തു. അതെല്ലാം ജസ്റ്റ് ഹെർബ്സ് കാരണമാണ്. ഞാൻ വാങ്ങാണ്ടിരുന്നതാണ്. കാരണം എന്തിനാണ് ഇതൊക്കെ ഒരു അധികം പറ്റില്ലെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു മതി ഇതൊന്നും വാങ്ങിക്കേണ്ട എന്നെല്ലാം വെച്ചതാണ്. പിന്നെ 150 രൂപയ്ക്ക് ഇങ്ങനെ കോംബോ ഓഫറിലും കാണുമ്പോൾ നമ്മൾ പിന്നെ പൈസ മുതലല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് മാത്രം വാങ്ങിച്ചത് ഗൈസ്. അല്ലാണ്ട് എനിക്ക് മേക്കപ്പിന് യാതൊരു താല്പര്യമില്ല എന്നല്ല, അത് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നുമില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. എന്നാലും അടിപൊളിയാക്കിയതിന് ഒന്നും പറയണ്ട. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ ലിങ്ക് ഇട്ട് തന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സംഭവങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതായത് പിന്നെ ഇതിൽ എന്തെല്ലാം യൂസ് ചെയ്തത്, എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് അതൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കാൻ വേണ്ട, എന്തെല്ലാം അവർ യൂസ് ചെയ്തതെന്ന് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഫൗണ്ടേഷനിൽ എന്തെല്ലാമെന്നും കാണിച്ചു തരാം. ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഒന്നും വായിക്കുന്നില്ല. കോൾഡ് പ്രസ്ഡ് റോസ് ഹിപ്പ്, റോസ മൊച്ചാറ്റ, സീഡ് ഓയിൽ, കോൾഡ് പ്രസ് ജോജോബ ഓയിൽ, ഇതൊക്കെ ഇതാ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഫൗണ്ടേഷനിലുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വലിയ ഹാംഫുൾ ഒന്നും അല്ല. അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ലിങ്കിന് കമൻറ്റ് ഇട്ടവർക്ക് എന്തായാലും ലിങ്ക് അയച്ചിരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 2000 രൂപേൻ്റെ പ്രൊഡക്റ്റ് 150 രൂപയ്ക്ക് വാങ്ങിക്കുക ഗൈസ്. വലിയൊരു പിന്നെ ചിന്തിക്കൊന്നും വേണ്ട, വാങ്ങിച്ചോ. വസൂലാണ്. കാരണം ഇപ്പം നോക്കിയാട്ടെ ക്ലാമറില്ലേ. അപ്പോൾ നല്ല വസൂലാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും ആർക്കെങ്കിലും ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്, കാരണം എന്നെപ്പോലത്തെ ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു അടുത്താണ്. അപ്പോൾ അതുപോലെ അവർ പറഞ്ഞോട്ടെ, അവർ വാങ്ങിച്ചോട്ടെ. കാരണം ഇതുപോലെ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ലേ, ഈ മേക്കപ്പ് കിറ്റോ മേക്കപ്പൊന്നും അധികം യൂസ് ചെയ്യാത്തവർക്ക് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്, ഇന്ന് ഇത്രയും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. മാത്രമല്ല ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ബൈ.